യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബാലികാ ബാലന്മാരെ, യുവതി യുവാക്കന്മാരെ, ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കുട്ടികളുടെ. അപ്പോൾ നിങ്ങൾ ഈ വചനം കുറച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അത് കർത്താവിന് വലിയ സന്തോഷമുണ്ടാക്കും. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരൊക്കെ ഈശോയെ സ്നേഹിക്കുകയും അവിടുത്തെ വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വചനം എഴുതുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. പള്ളിയിലൊക്കെ പോകണം. പ്രിയപ്പെട്ട സഹോദരൻ, അവിടെ എവിടെയൊന്നും ചടഞ്ഞുകൂടി ഇരിക്കരുത്. കർത്താവ് നിങ്ങളെ കർത്താവിൽ ഹൃദയം അർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശയ്യാ പ്രവചനത്തിൽ 26-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന് തികവയിൽ സംരക്ഷിക്കുന്നു, എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കേട്ടോ, കർത്താവിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവരെ കർത്താവ് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം ഇന്ന് ലോകത്തിലാണോ, അശുദ്ധിയിലാണോ, മ്ലേച്ഛതയിലാണോ എന്ന് ചിന്തിച്ച് നോക്കുക. അതോ ധനത്തിന് വേണ്ടിയുള്ള ഓട്ടമാണോ, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ഓട്ടമാണോ? നമ്മുടെ ഹൃദയം എവിടെയോ അവിടെ ആണ്. ഹൃദയം ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൽ സാന്നിധ്യം, ഹൃദയം മറ്റേതെങ്കിലും സ്ഥലത്തിലാണെങ്കിൽ ആ ഹൃദയത്തിലേക്ക് അവിടെയുള്ള സകല അശുദ്ധികളും കടന്നു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമുക്ക് കർത്താവിൽ ഹൃദയം ഉറപ്പിക്കാം, അവിടുത്തെ ആശ്രയിക്കാം. അവിടുത്തെ മേൽ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കർത്താവാണെന്ന് വിശ്വസിക്കാം. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഓരോന്നും ഈശോയുടെ മുമ്പിലേക്ക് വെക്കുക. ഈശോയെ അവരെ വെറുങ്കയോടെ പറഞ്ഞയക്കരുത്. എല്ലാവരും കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങൾ ആരോടും ആയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.